അസ്സലാമലൈക്കും. സദിന ഹക്കിം ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ പെരുന്നാളും മക്കളുടെ സന്തോഷങ്ങളിലൂടെ സന്തോഷം കണ്ടെത്തുന്ന സാധാരണ നാട്ടിൻപുറത്തെ വീട്ടമ്മയുടെ പെരുന്നാൾ വിശേഷങ്ങളാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. അടിപൊളി റെസിപ്പികളുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങളായിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. എല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ അടിപൊളി ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറുമക്കറിയുടെയും റെസിപ്പി എടുത്തിട്ടുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സുബഹി നിസ്കാരത്തിന് ശേഷം നേരെ ചെന്ന് ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു കേട്ടോ. അതിന് ശേഷം പൊടിവാട്ടാനുള്ള വെള്ളം വെച്ച് കൊടുക്കണം. പത്തിരി ഉണ്ടാക്കണം. അപ്പോൾ പത്തിരിക്ക് ബീഫാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. തേങ്ങാപ്പാലും സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ റെഡിയായി. അതിന് ശേഷം പൊടി വാട്ടാനുള്ള വെള്ളം വെച്ച് കൊടുത്തു. അങ്ങനെ പൊടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളത്തിലിട്ട് നല്ലപോലെ അങ്ങോട്ട് വാട്ടിയെടുത്തിട്ടോ. നല്ല തിളച്ച് മറിയുന്ന വെള്ളത്തിലിട്ടിട്ട് നല്ല രീതിയിൽ വെളിച്ചെണ്ണൊക്കെ ഒന്ന് പാറിക്കൊടുത്ത് നല്ല രീതിയിൽ വാട്ടിയെടുത്ത് കുഴച്ചങ്ങോട്ട് സെറ്റാക്കി എടുത്തു. അങ്ങനെ പത്തിരിക്ക് പെരത്തി അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1 കിലോ ബീഫാണ്. അപ്പോൾ അതങ്ങോട്ട് കഴുകി സെറ്റാക്കി നമുക്ക് കറി അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. അത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പത്തിരി ചൂടാണ് കേട്ടോ ഉമ്മ. അതിന് ശേഷം നല്ലൊരു വൈബ് കാണിച്ചു തരാം കേട്ടോ. അത് തന്നെയല്ല തക്കിബീറും കേൾക്കാട്ടോ. അങ്ങനെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ അതിലേക്ക് നല്ലപോലെ അങ്ങോട്ട് മസാല പുരട്ടി നല്ലപോലെ കുഴച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ എടുക്കാത്തത് ഒരുപാട് തവണ ചാനലിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാട്ടോ. അങ്ങനെ ഉരുളങ്ങയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം നെയ്യുണ്ട് കേട്ടോ. അപ്പോൾ മസാല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് തട്ടിങ്ങായിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് കുക്കർ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ വിസിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിസിലിന് ശേഷം നമ്മുടെ ബീഫ് കറി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കറി മസാല പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ ബീഫ് കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് കറി ഇപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. പത്തിരിയും തേങ്ങാപ്പാലും മതിയെന്ന് മോൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പത്തിരിയും തേങ്ങാപ്പാലും മേശപ്പുറത്തും കൊടുന്ന് വെച്ചു. അങ്ങനെ അവൻ നിസ്കരിക്കാൻ പോയി. വന്ന ശേഷം ഉമ്മ എൻ്റെ ഡപ്പോ സ്റ്റാർ ഒന്ന് കറക്കുന്നത് കാണിച്ചു കൊടുക്കൂ എൻ്റെ കൂട്ടുകാർക്ക് എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ കാണിച്ചു തരാൻ കേട്ടോ മോന്. പേരൊന്നും വരാറില്ല കേട്ടോ. ഞാൻ കുറേ വിളിക്കും, പക്ഷേ വരാറില്ല. അപ്പോൾ പെരുന്നാളായപ്പോൾ എന്തോ തോന്നി അവരുടെ ഡപ്പോ സ്റ്റാർ കറക്കുന്നത് നമ്മുടെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കറക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ പാത്തൂസിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതിന് ശേഷം അവൻ പറഞ്ഞു എനിക്ക് 2 കുപ്പായമുണ്ട്. എൻ്റെ മാമ എടുത്തുന്നതും അതേപോലെ തന്നെ എൻ്റെ ഉപ്പച്ചി എടുത്തുന്നതും. അങ്ങനെ ആദ്യം തന്നെ അവരെ വാപ്പച്ചെടുത്ത കുപ്പായാട്ടോ കാണുന്നത്. അതിന് ശേഷം അവർ മാമയാട്ടോ എടുത്തത്. മാമ എടുത്ത ഡ്രസ്സാണ് കാണുന്നത് കേട്ടോ. അതൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പാത്തൂസ് ഓട്ടിപ്പോയി സോഫയെ വന്നിരുന്നു കേട്ടോ. എന്താണെന്നറിയോ, അവളുടെ കയ്യിൽ മൈലാഞ്ചി നല്ലപോലെ അങ്ങോട്ട് ചുവന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വീഡിയോസ് എടുത്ത് ഇങ്ങനെ നിന്നു കേട്ടോ. മൈലാഞ്ചി ചുവന്നത് ഇങ്ങനെ കാണിച്ച് ഞാനങ്ങനെ നിന്നു. അതിനുശേഷം വേഗം പോവാൻ നിന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടി അവൾക്ക് ആവേശം കൂടി മൈലാഞ്ചി കാണിക്കുന്നത് ഇങ്ങനെ കൂടിയിട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞു എനിക്കൊന്ന് ഇളക്കാൻ സാധിക്കുന്നില്ല, മോളൊന്ന് ഇളക്കി മറിച്ച് നമ്മുടെ നെയ്ച്ചോറ് അങ്ങോട്ട് സെറ്റാക്കി എടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നെയ്ച്ചോറ് സെറ്റാക്കി എടുത്തു. അതിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് തവണ പെരുന്നാളിനും അതേപോലെ തന്നെ മക്കളുടെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ വീഡിയോസിലൂടെ കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഫുള്ളായിട്ട് കാണിക്കാത്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ വന്നു കേട്ടോ. പെരുന്നാളായിട്ട് ക്ഷണിച്ചതല്ല, അവൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കാനായിട്ട് പോകണമെന്ന് പറഞ്ഞായിട്ട് വന്നതാട്ടോ. അങ്ങനെ അവൻ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മോനെ അവന് പെരുന്നാളല്ലേ, നമുക്ക് നെയ്ച്ചോറും പോത്തിറച്ചിയും അതുപോലെ തന്നെ കച്ചമ്പറും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവന് ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ കുറച്ച് നേരം അങ്ങനെ മിണ്ടിയും പറഞ്ഞങ്ങനെ ഇരുന്നു. അങ്ങനെ അവർക്കുള്ളതൊക്കെ സെറ്റാക്കി. അങ്ങനെ എൻ്റെ മോൻ്റെ കൂട്ടുകാരനെ കാണണ്ടേ, കണ്ടോളൂ കേട്ടോ. അങ്ങനെ 2 ആളും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം ജുമാൻസ്കരിക്കാനായിട്ട് മോൻ പോയിട്ടോ. അതിനുശേഷം പാത്തൂസ് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ.
അപ്പം നേരത്തെ തന്നെ മോന് കൊടുത്തു, അവന് ജുമയ്ക്ക് പോകണം, പള്ളിക്ക് പോകണം, അതുകൊണ്ട് വേഗം തന്നെ ഫുഡ് കൊടുത്തു. അതിന് ശേഷം ഇതാ ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അത് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്ക് അടിപൊളി ഡ്രിങ്കും അതേപോലെ തന്നെ കുറുമക്കറി, പരിപ്പ് കുറുമക്കറി വെച്ചതും റെസിപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാം. അടിപൊളി ടേസ്റ്റിലാണ് നമ്മുടെ ഈ കുറുമക്കറി കിട്ടിയത് കേട്ടോ. അതുപോലെ തന്നെ ഈ ചൂടുകാലത്ത് ഫുൾ എനർജറ്റിക് ആവാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അടിപൊളി വീഡിയോ ആണ് കേട്ടോ. പെട്ടെന്നായിരുന്നു കേട്ടോ കുറുമക്കറി സെറ്റാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ റെസിപ്പി എടുത്തു കേട്ടോ. ഞാനത് റെസിപ്പി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു കുക്കർ എടുത്തോ, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ വെളുത്തുള്ളിയും തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളി 2 അരിഞ്ഞതും പിന്നെ പച്ചമുളക് കയറിയതും അതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുത്തു. പിന്നെ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാൻ പോകാം കേട്ടോ. വളരെ ടേസ്റ്റിയായ കുറുമക്കറി റെസിപ്പിയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേരള സ്റ്റൈൽ കുറുമക്കറി റെസിപ്പിയാണ് കേട്ടോ. അതിനിതാ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. തേങ്ങാക്കൂട്ട് ഇതാ സെറ്റാക്കാനായിട്ട് നാളികേര ചിരകി സെറ്റാക്കി, പിന്നെ ചെറുള്ളി, കൊച്ചുള്ളി, എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു. എന്നിട്ട് നല്ല കട്ടിയാർന്ന തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പാകത്തിന് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സിയിലൊന്ന് കറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൂട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് കുറുമക്കറിക്ക് ആവശ്യമായ വേവായോ നോക്കാം കേട്ടോ. നല്ല രീതിയിൽ അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തു. പാകത്തിനുള്ള ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയം. അങ്ങനെ അത് ഇട്ട് കൊടുത്ത ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കേട്ടോ. അധികം തിളച്ച് മറിയാൻ പാടില്ല. തിള വരുന്നതിന് മുന്നേ തീ അങ്ങോട്ട് ഓഫ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പിലയും ഇട്ട് നല്ല രീതിയിലൊന്ന് തൂളിച്ചെടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയായ കുറുമക്കറി, കേരള സ്റ്റൈൽ കുറുമക്കറി റെസിപ്പിയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കാച്ചി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി വളരെ ടേസ്റ്റിയായ കുറുമക്കറി റെസിപ്പിയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും രുചികരമായ കുറുമക്കറി നിങ്ങൾ ഇതുവരെ കഴിച്ച് കാണില്ല കേട്ടോ. അങ്ങനെ കുറുമക്കറിയൊക്കെ അത് സെറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യാരറ്റ് കൊണ്ടും പഴം കൊണ്ടും നേന്ത്രപ്പഴം കൊണ്ടും അടിപൊളി എന്തുണ്ടാക്കാം, ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഹെൽത്തി ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാനായിട്ട് 3 ക്യാരറ്റ് എടുത്തു. എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. അതിന് ശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഇതേ അളവിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സിയിൽ പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് അടിച്ചെടുത്ത് സെറ്റാക്കി കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഒരു അരിപ്പെടുക്കുക, ഒരു പാത്രം എടുക്കുക. എന്നിട്ട് നല്ലപോലൊന്ന് ഒരു തവി വെച്ച് അതിലെ വിറ്റാമിനുകളൊക്കെ അങ്ങോട്ട് നമുക്ക് സെറ്റായി കിട്ടണ്ടേ. അപ്പം നല്ല രീതിയിലൊന്ന് തവി വെച്ച് സെറ്റാക്കി എടുത്തിട്ട് അതിലെ വിറ്റാമിനുകളൊക്കെ സെറ്റായി. അപ്പം നമ്മുടെ ജ്യൂസ്, ചെറിയൊരു ജ്യൂസ് റെഡിയായി എന്നൊക്കെ പറയാം കേട്ടോ. അതങ്ങോട്ട് മാറ്റി വെച്ചു. അതിന് ശേഷം പിന്നെ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ച നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ കറക്കിയെടുത്ത് കൊടുന്ന ശേഷം അതിലേക്ക് നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 4 ഏലക്കായ കേട്ടോ, 4 ഏലക്കായയുടെ കുരുവാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് കൊടുക്കുന്നത്. അടിപൊളി ഡ്രിങ്കാണ്, എനർജറ്റിക് ആവാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ക്യാരറ്റിൽ ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റിയായ ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. കൂടാതെ നല്ല നിറം വയ്ക്കാനും കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടാനും അങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ട് ഈ ഡ്രിങ്കിന് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ. ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.